ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 7th question. Shyam and Sanal are equal partners with the capitals of rupees 50,000 and 40,000 respectively as on April 1st, 2023. Calculate interest on capital admissible to Shyam and Sanal at the rate of 10% per annum for the year ending 31st March 2024 under the following situations. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് ശ്യാമിന്റെ സനലിന്റെ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കേസ്, ഇഫ് ദി ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് rupees 20,000 ഡ്യൂറിംഗ് ദി ഇയർ. പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് 10%. അപ്പൊ ശ്യാമിന് കിട്ടേണ്ടത്, ശ്യാമിന്റെ ക്യാപിറ്റൽ 50,000 ഇൻറ്റു 10/100 5,000 എന്ന് കിട്ടും. അതുപോലെ തന്നെ സനലിന്റെ ആണെങ്കിൽ 40,000 ആണ്. അതിന്റെ 10% കാണുമ്പോൾ 4,000 എന്ന് കിട്ടും. അവിടെ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ ടു ശ്യാംസ് ക്യാപിറ്റൽ ടു സനൽസ് ക്യാപിറ്റൽ. ശ്യാംസ് ക്യാപിറ്റൽ 5,000, സനൽസ് ക്യാപിറ്റൽ 4,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതേണ്ടത് 9,000 എന്ന് വരും. ദെൻ സെക്കൻഡ് എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡേറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ കണ്ടുപിടിച്ച ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് 2 ജേണൽ എൻട്രി ആണ് വരും. ഇനി സെക്കൻഡ് കേസിൽ, ഇഫ് ദി ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 5,000 ഡ്യൂറിംഗ് ദി ഇയർ. അപ്പൊ ലോസ് ആണ് എങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുന്നില്ല. നമുക്ക് അങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് അലൗഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. നമ്മൾ സാധാരണ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മെയിനായിട്ട് നമുക്ക് അറിയാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു കറന്റ് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ഇനി രണ്ടാമത്തേത് നമ്മൾ പറയാം, അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറന്റ് അക്കൗണ്ടിൽ എഴുതും, ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതും. ഇതിനടുത്ത പോയിന്റ് ആയിട്ടാണ് പറയുന്നത്, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസും കറന്റ് അക്കൗണ്ട് ബാലൻസും നമ്മൾ കാണിക്കും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് കാണിക്കുന്നത്. അത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാവുന്ന പോയിന്റ്സ്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ഡിസ്റ്റിങ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th question. L and M are partners, share profits in the ratio 5:3. They admitted N as a new partner for 1/10th share, which he acquired equally from L and M. Calculate new profit sharing ratio. നമുക്കിവിടെ തന്നിട്ടുണ്ട് എല്ലിന്റെ എമ്മിന്റെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3. പുതിയ പാർട്ട്ണർ എന്നിന്റെ ഷെയർ എത്രയാണ്? 1/10 ആണ്. വിച്ച് ഹി അക്യൂർഡ് ഈക്വലി ഫ്രം എൽ ആൻഡ് എം. അപ്പൊ 1/10ന്റെ ഹാഫ് വീതമാണ് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഓൾഡ് ഷെയർ എഴുതി, അതിനുശേഷം എന്ത് ചെയ്യണം? പുതിയ പാർട്ട്ണറുടെ ഷെയർ 1/10 ആണ്, അതിന്റെ ഹാഫ് കണ്ടുപിടിക്കണം. അതാണ് രണ്ടുപേരുടെയും സാക്രിഫൈസ്. അപ്പൊ 1/10 × 1/2 ചെയ്യുമ്പോൾ നമുക്ക് 1/20 കിട്ടും. നമുക്ക് ന്യൂ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലിന്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 5/8 മൈനസ് 1/20. എമ്മിന്റെ ആണെങ്കിൽ 3/8 മൈനസ് 1/20. നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 92:52:60 എന്ന് കിട്ടും. അതിന് വീണ്ടും നമുക്ക് ചെറുതാക്കി കഴിയുമ്പോൾ 23:13:4 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. Then next question, 10th question. List out any 4 items to be shown on the debit side of retiring partner's capital account. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഐറ്റം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ലോസ് തരാണെങ്കിൽ നമുക്കത് എവിടെ എഴുതണം? റിട്ടയറിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ റിവാലുവേഷൻ ലോസ് ആണെങ്കിലും അതും ഡെബിറ്റ് സൈഡിൽ വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അസറ്റ് ഈ പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അതും ഡെബിറ്റ് സൈഡിൽ വരും.
ദെൻ അതുപോലെ തന്നെ ബാലൻസിങ് ഫിഗർ അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 11, dissolution of partnership and dissolution of firm are not the same. Difference between dissolution of partnership and dissolution of firm ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രിമെന്റിൽ മാറ്റം വരുന്നു. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാലോ ആ ബിസിനസ് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? റീവാല്യുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്.